വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിന്റെയും മരണത്തിന്റെയും വാർത്ത വരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. പ്രഭാകരനാണ് മരിച്ചത്. കാട്ടിൽ വനവിഭവം ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, വീണ്ടും ഒരു മരണത്തിന്റെ വാർത്തയാണ് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വനംവകുപ്പ് അധികൃതർ അങ്ങോട്ടേക്ക് പോയോ? അനുജ, ഇതിപ്പോൾ ഈ ഉൾവനത്തിലാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആളെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ താമരവെള്ളച്ചാൽ ഊര് നിവാസിയായിട്ടുള്ള 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാടിനകത്തേക്ക് പോയപ്പോൾ കാട്ടിൽ ഈ ആന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ വിവരം വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർച്ചയായി സംസ്ഥാനത്ത് ഈ കാട്ടാനാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ സമാനമായ ഒരു സാഹചര്യത്തിൽ ഒരു മരണം തൃശ്ശൂരിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് പ്രഭാകരൻ വനത്തിനുള്ളിൽ പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തിയാൽ മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരം ലഭ്യമാവുകയുള്ളൂ. കാട്ടാന പ്രഭാകരനെ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അനുജ, ഇതിൽ മറ്റാരെങ്കിലും ഇതിൽ ദൃക്സാക്ഷികൾ ഉണ്ടോ? ആർക്കെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് അത്തരത്തിലേക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ സൂരജ്? അനുജ, അത്തരത്തിൽ ഒരു വിവരവുമില്ല. നിലവിൽ ഇത് നടന്നിരിക്കുന്ന ഉൾവനത്തിലാണ്. ഈ പ്രദേശവാസികളാണ് പിന്നീട് ഈ വിവരം അറിയുന്നത്. ഇത് വിവരം അറിഞ്ഞ് പ്രദേശവാസികൾ നിലവിൽ ഈ പോലീസിനെയും അതുപോലെ തന്നെ വനംവകുപ്പിനെയും വിവരം അറിയിച്ചതോടുകൂടിയാണ് വനംവകുപ്പ് അടക്കം ഇക്കാര്യം അറിയുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ കാടിനകത്തേക്ക് തിരിച്ചിട്ടുള്ളൂ. അവരും ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. പ്രാഥമിക വിവരം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രഭാകരൻ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിലേക്ക് പോയതാണ്. അവിടെ വെച്ചാണ് ഈ ഒരു ആന പ്രഭാകരനെ കുത്തുന്നത്. അതിദാരുണമായി തന്നെ ഈ കാട്ടാനാക്രമണത്തിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. എന്തായാലും ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങളടക്കം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഈ പൊതുപ്രവർത്തകരും അടക്കമുള്ള സംഘം നിലവിൽ ഈ വനത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നാണോ സംഭവം ഉണ്ടായത് സൂരജ്? അനുജ, ഇന്നാണ് ഈ സംഭവം നടന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ വനത്തിൽ നിന്ന് ഒരാളാണ് വന്ന് ഈ വിവരം പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന വിവരം പറയുന്നത്. പിന്നീട് വനംവകുപ്പിൻ്റെയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരെയും എല്ലാം അടങ്ങുന്ന ഒരു സംഘമാണ് ബീച്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്ക്, അതായത് പ്രഭാകരന്റെ മൃതദേഹമുള്ള ഭാഗത്തേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. താമരവെള്ളച്ചാൽ ഊര് നിവാസിയായിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രഭാകരൻ കാട്ടിലേക്ക് പോയത്. പലപ്പോഴും ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയാൽ 2-3 ദിവസമൊക്കെ അവിടെ താമസിച്ച് ഈ വനവിഭവങ്ങൾ ശേഖരിച്ച് വരുന്നതാണ് പതിവ്. അങ്ങനെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് പ്രഭാകരൻ കഴിഞ്ഞ ദിവസം പോയത് എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ ഈ കാട്ടാനാക്രമണത്തിൽപ്പെട്ടു. കാട്ടാന പ്രഭാകരനെ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് ഒരു ആദിവാസിക്ക് ദാരുണാന്ത്യമുണ്ടായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ തൃശൂർ താമരവെള്ളച്ചാലിലാണ് പ്രഭാകരൻ മരണമടഞ്ഞത് എന്നുള്ളതാണ്. പീച്ചി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ വനത്തിനകത്തേക്ക് തിരിച്ചിട്ടുണ്ട്.